1976 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ. അന്ന് ലോക ചാമ്പ്യന്മാരും യൂറോ ജേതാക്കളുമായിരുന്ന ജർമ്മൻ ടീമിന്റെ എതിരാളികൾ ചെക്കോസ്ലോവാക്യ. ഫൈനൽ സമനിലയിലാവുകയാണെങ്കിൽ 2 ദിവസത്തിന് ശേഷം വീണ്ടും മത്സരമെന്നായിരുന്നു തീരുമാനം. പക്ഷേ ജർമ്മനി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. കളിക്കാരിൽ ചിലർക്ക് ഒഴിവുകാല യാത്രയുണ്ടെന്നും അതിനാൽ മത്സരം സമനിലയാവുകയാണെങ്കിൽ അന്ന് തന്നെ ഷൂട്ടൗട്ട് നടത്തണമെന്നുമായിരുന്നു ആവശ്യം. ജയിക്കുമെന്നും ഷൂട്ടൗട്ടിലേക്ക് നീണ്ടാലും തോൽക്കില്ലെന്നുമുള്ള അമിത വിശ്വാസമായിരുന്നു കാരണം. പക്ഷേ അവരറിഞ്ഞില്ല, അവരുടെ ഒഴിവുകാലം ദുരിതപൂർണമാകാൻ പോവുകയാണ്. ചെക്കുകാർ ഷൂട്ടൗട്ട് സമ്മതിക്കാൻ കാരണമുണ്ടായിരുന്നു. അന്റോണിയ പനേങ്ക എന്ന അവരുടെ പ്ലേമേക്കർ ഒന്നുകൂടി പദ്ധതികൾ റിവൈസ് ചെയ്തു. ഒരേ സമയം തന്നെ ഹീറോയാക്കാനും അതേസമയം തന്നെ വില്ലനാക്കാനും പോകുന്നൊരു വജ്രായുധം പനേങ്ക ആവിഷ്കരിച്ചിരുന്നു. പിന്നീട് ലോകം വാഴ്ത്തിയ പനേങ്ക കിക്ക്. ഇംഗ്ലണ്ടിനോട് 3 ഗോളിന് തോറ്റ് സൈപ്രസിനെ 4-0, പോർച്ചുഗലിനെ 5-0 തകർത്ത് ക്വാർട്ടറിൽ സോവിയറ്റ് യൂണിയനെ 2-0 മറികടന്ന് സെമിയിൽ നെതർലൻഡ്സിനെ 3-1 വീഴ്ത്തിയാണ് ചെക്കോസ്ലോവാക്യ അന്ന് ഫൈനലിലെത്തിയത്. എങ്കിലും കരുത്തരായ ജർമ്മനിയായിരുന്നു ഹോട്ട് ഫേവറേറ്റുകൾ. പക്ഷേ ചെക്കുകാർ അവരെ പിടിച്ചുകെട്ടി. പ്രേഗിലെ തന്റെ ക്ലബ്ബായ ബൊഹീമിയൻസിൽ ഗോളി സെഡാനിക് ഹൊറിൻസ്കയുമായി ഏറെ നേരം പെനാൽറ്റി പരിശീലിക്കുമായിരുന്നു പനേങ്ക. ഇരുവരും തമ്മിലുള്ള ധാരണ ഇങ്ങനെയായിരുന്നു: 5 കിക്കുകൾ പനേങ്ക എടുക്കും, 5ഉം വലയിലാക്കണം. എന്നാൽ ഒരെണ്ണം ഹൊറിൻസ്ക തടഞ്ഞാൽ മതി, അയാൾ ജയിക്കും. ഹൊറിൻസ്കയെ വീഴ്ത്താൻ പനേങ്ക ഒരു കിക്ക് പരിശീലിച്ചു. കിക്കെടുക്കാനായി അതിവേഗം ഓടിയെത്തുക, അവസാന നിമിഷം ഒന്ന് നിശ്ചലനായി നേരെ പന്തടിക്കുക. ഇടത്തേക്കോ വലത്തേക്കോ ഗോളി ചാടുന്ന നിമിഷത്തിലാകും ആ തീരുമാനവും നടപ്പാക്കലും. ഡൈവ് ചെയ്തു മാറുന്ന ഗോളി പരിഹാസ്യനാകും. ചെക്കോസ്ലോവാക്യയിൽ പനേങ്കയുടെ കിക്ക് പ്രശസ്തമായിരുന്നെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന പടിഞ്ഞാറൻ യൂറോപ്യന്മാർക്ക് അക്കാര്യത്തിൽ ഒരു ധാരണയുമില്ലായിരുന്നു. ഫൈനലിൽ 8-ാം മിനിറ്റിൽ ജർമ്മനിയെ ഞെട്ടിച്ച് ചെക്കുകാർ ഗോളടിച്ചു. 25-ാം മിനിറ്റിൽ അവർ 2-0 മുന്നിലെത്തി. 28-ാം മിനിറ്റിൽ മുള്ളറിലൂടെ ജർമ്മനി ആദ്യ ഗോളും കളി തീരാൻ 1 മിനിറ്റ് ബാക്കി നിൽക്കെ സമനില ഗോളും നേടി. മത്സരം ഷൂട്ടൗട്ടിലേക്ക്. ആദ്യ 3 കിക്കുകൾ ഇരു ടീമുകളും വലയിലെത്തിച്ചു. ചെക്കിനായി 4-ാം കിക്ക് യൂർക്കമിക് വലയിലെത്തിച്ചപ്പോൾ ജർമ്മനിയുടെ ഒളി ഹ്യൂനസിന്റെ കിക്ക് പാഴായി. നിർണായകമായ 5-ാം കിക്ക് എടുക്കുന്നത് അന്റോണിയോ പനേങ്ക. പന്ത് വലയിലെത്തിയാൽ ചെക്കോസ്ലോവാക്യ യൂറോപ്പിന്റെ ഫുട്ബോൾ രാജാക്കന്മാരായി മാറും. ഇല്ലെങ്കിൽ പനേങ്ക വില്ലനായി മാറും. ജർമ്മൻ ഗോളി സെപ്പ് മേയർ തയ്യാറായി. പനേങ്ക പന്തിലേക്ക് അതിവേഗം ദീർഘമായ ഓട്ടം തുടങ്ങി. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കിക്ക്. മനസ്സിലപ്പോൾ താൻ വർഷങ്ങളായി പരീക്ഷിച്ച ആ അവസാന നിമിഷം ഗോളിയെ കബളിപ്പിക്കുന്ന കിക്ക് മാത്രമായിരുന്നു. പോസ്റ്റിന്റെ ഇടത്തേക്ക് ചാടിയ സെപ്പ് മേയറെയും ജർമ്മൻ ടീമിനെയുമാകെ ഞെട്ടിച്ച് ഗോളി നിന്നിടത്തോടെ മെല്ലെ ആ പന്ത് നീങ്ങി. ജർമ്മൻകാർ സ്തംഭിച്ചു നിന്നു. ആർക്കും വിശ്വസിക്കാനായില്ല. ജർമ്മനി തോറ്റു. ചെക്കോസ്ലോവാക്യ യൂറോപ്പിന്റെ രാജാക്കന്മാർ. ആ കിക്കിന് പനേങ്ക കിക്കെന്ന് വിളിപ്പേര് വീണു. ജർമ്മൻ ഗോളി സെപ്പ് മേയറെ പനേങ്ക കോമാളിയാക്കിയെന്ന് അന്ന് ചില മാധ്യമങ്ങൾ എഴുതി. 35 വർഷത്തോളം പനേങ്കയോട് മിണ്ടാൻ മേയർ തയ്യാറായില്ല. ആ മത്സരത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിന് പോലും മേയർ വഴങ്ങിയില്ല. പിന്നീട് ആ ശത്രുത അവസാനിച്ചെങ്കിലും പനേങ്കയുടെ വിഷമം മറ്റൊന്നായിരുന്നു. പനേങ്കയെക്കുറിച്ച് പറയുമ്പോൾ ലോകമാകെ അന്നത്തെ ആ കിക്കിനെക്കുറിച്ച് മാത്രം പറഞ്ഞു. അതിനുമപ്പുറം അയാൾ കളിക്കളത്തിൽ തീർത്ത അനേകമനേകം സെറ്റ് പീസുകളും ബുള്ളറ്റ് ഷോട്ടുകളും മൂർച്ചയേറിയ പാസുകളുമൊന്നും ആരും ഓർത്തതേയില്ല. തന്നെക്കുറിച്ചുള്ള മറ്റെല്ലാ ദൃശ്യങ്ങളും ആ ഒറ്റ കിക്കോടെ മാഞ്ഞു പോയെന്ന് പനേങ്ക വിലപിച്ചു.